ജീവകാരുണ്യ രംഗത്ത് നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുന്ന ഗ്രീൻ വിങ്സ് ചാരിറ്റബിൾ സൊസൈറ്റി മർഹൂം ഇമ്പിച്ചി മമ്മു സാഹിബ് മെമ്മോറിയൽ ആംബുലൻസ് നാടിന് സമർപ്പിച്ചു. തലശ്ശേരി പെപ്പർ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പാണക്കാട് സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രീൻ വിങ്സ് സ്വാഗത സംഘം ചെയർമാൻ സക്കറിയ ഉമ്മൻചിറ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി മുഖ്യാതിഥിയായി. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് ഇമ്പിച്ചി മമ്മു അനുസ്മരണം നടത്തി. PMC മൊയ്തു ഹാജി, തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ RMO ഡോക്ടർ ജിതിൻ, അബൂട്ടി ഹാജി, CKP മമ്മു, MP അരവിന്ദാക്ഷൻ, അബ്ദുൽ ലത്തീഫ് KSA, തടത്തിൽ കുഞ്ഞമ്മദ് ഹാജി, KC അഹമ്മദ്, റാഷിദ് ടീച്ചർ, K ഷാദി അബൂട്ടി, ജംഷീർ മഹമ്മൂദ്, അഡ്വക്കേറ്റ് സാഹിദ് സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. റഹീസ് ഫൈസി പ്രാർത്ഥന നടത്തി. ഗ്രീൻ വിങ്സ് സെക്രട്ടറി P നൌഷാദ് സ്വാഗതവും TP ദിൽഷാദ് നന്ദിയും പറഞ്ഞു. അദ്ദേഹം തുടക്കം കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം മാതൃകയാക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്ത് വലിയ ഒരു കൂട്ടം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ എല്ലാവരുടെയും ഒരു പ്രത്യേക താല്പര്യങ്ങളും അതുപോലെ നമ്മുടെ ഈ തലശ്ശേരി ഹൃദയം ആസ്പദമാക്കിയിട്ടുള്ള ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ട് കുറേ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ എന്താവശ്യം വന്നു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ അവിടെ വന്ന് അവർക്ക് അഡ്മിഷൻ അതുപോലെ അവരുടെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ആ കാര്യങ്ങൾ അതുപോലെ തന്നെ അവിടുന്ന് ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഫീസ് അടക്കാൻ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ, അതുപോലെ ഭക്ഷണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുമ്പോൾ നമ്മളെടുക്കുന്ന ഒരു ഉത്തരവാദിത്വം എന്താണോ അതേ ഉത്തരവാദിത്വം എടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും അദ്ദേഹം അതിന് സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ട് വന്ന ആളുകളാണ് ഒരു വലിയൊരു കൂട്ടായ്മ. അതിൽ 100-200 ആളുകൾ സ്ഥിരമായിട്ട് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവരും പല മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ജാതി മത രാഷ്ട്രീയം ഒക്കെ ഭേദിച്ചുകൊണ്ടുള്ള ഈ തലശ്ശേരിയുടെ ഹൃദയമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഗ്രീൻ വിങ്സ്. അപ്പം സ്നേഹം കൊടുക്കുവാനും നന്മ പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ തലമുറകളിലേക്ക് അത് കൈമാറി പോകാനൊക്കെയുള്ള എങ്ങനെയാണ് നന്മയിലൂടെ നമ്മൾ ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മാതൃകയിലൂടെ പോകുന്ന ഒരു കൂട്ടം വ്യക്തികളാണ്. നിസ്വാർത്ഥരായ ഒന്നും താല്പര്യമോ മറ്റുള്ള ഒന്നും പ്രതീക്ഷിക്കാതെ, സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ സമർപ്പിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പം ഇത് നമ്മുടെ മലബാറിലെ ഏറ്റവും ഹെറിറ്റേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ ചരിത്രങ്ങൾ, ഇപ്പം നമ്മൾ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ആളുകളാകുമ്പോൾ നമുക്ക് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ചരിത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബ്രിട്ടീഷ് തുടങ്ങിയിട്ടുള്ള കാലഘട്ടത്തിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ ഇവിടെ മാളേക്കൽ തറവാട്, ഇങ്ങനെ കുറേ ചരിത്രങ്ങൾ കുറേ കേൾക്കുവാനും ഇപ്പോഴും നമുക്കൊക്കെ കാണുവാനൊക്കെ സാധിക്കുന്ന സൗകര്യമുള്ള ഒരു മഹത്തായിട്ടുള്ള പ്രദേശമാണ് തലശ്ശേരി. മലബാറിൻ്റെ ഒരു പഴയ കാലഘട്ടത്തിലുള്ള ഒരു വലിയ സിറ്റിയായിട്ട് അല്ലെങ്കിൽ കണ്ട ഒരു സ്ഥലം കൂടിയാണ്.